नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधरा श्रीवासादि गौरभक्तवृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं सुगमुखात् अमृतद्रवसंयुतम् पिबता भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकी नंदनाय च नंदगोपकुमाराय गोविंदाय नमो नमः। हरे कृष्ण। ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 28-ാമത്തെ അധ്യായം. പുരഞ്ജനൻ അടുത്ത ജീവിതത്തിൽ സ്ത്രീയായിത്തീരുന്നു. ശ്ലോകം 6 മുതൽ 10 വരെ വായിക്കാം. കന്യോപകൂടോ നഷ്ടശ്രീ കൃപണോ വിഷയാത്മകഃ നഷ്ടപ്രജ്ഞാ ഹൃദൈശ്വര്യോ ഗന്ധർവായവനേർബലാദ് വിശീർണാം സ്വപുരീം വീക്ഷ്യ പ്രതികൂലാനനാദൃതാൻ പുത്രാൻ പൗത്രാനുഗാമാത്യാത് ജായാം ചാഗത സൗഹൃദാം ആത്മാനം കന്യയാഗ്രസ്തം പഞ്ചാലാനരീ ദൂഷിതാൻ ദുരന്ത ചിന്താ ആപന്നോ ന ലേഭേ തത്പ്രതിക്രിയാം കാമാനഭിലഷന്തീനോ യാതയാമാം ച കന്യയാ വിഗതാത്മഗതി സ്നേഹഃ പുത്രധാരാം ചാലാളയൻ ഗന്ധർവായവനാക്രാന്താം കാലകന്യോപമർദിതാം ആദും പ്രചക്രമേ രാജ താം പുരീം അനികാമദഃ. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. സഞ്ജീവനി മാതാജി വായിച്ചോ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 4:2 അധ്യായം 28. പുരഞ്ജനൻ അടുത്ത ജീവിതത്തിൽ സ്ത്രീയായി തീരുന്നു. അധ്യായം ശ്ലോകം 6. കന്യാവകൂഢോ നഷ്ടശ്രീ കൃപണോ വിഷയാത്മകഃ നഷ്ടപ്രജ്ഞോ ഹൃദൈശ്വര്യോ ഗന്ധർവായവനൈർബലാത്. വിവർത്തനം. കാലകന്യകയാൽ ആലിംഗനം ചെയ്യപ്പെട്ട പുരഞ്ജനം രാജാവിന്റെ എല്ലാ സൗന്ദര്യവും ക്രമേണ നഷ്ടമായി. ലൈംഗികതയിൽ അമിതാസക്തനായിരുന്ന അവന്റെ ബുദ്ധിയുടെ നില വളരെ പെരുങ്ങലിലാവുകയും ഐശ്വര്യങ്ങളെല്ലാം വാർന്നു പോവുകയും ചെയ്തു. എല്ലാ ഉടമസ്ഥതകളും നഷ്ടപ്പെട്ട അവൻ ഗന്ധർവന്മാരാലും യവനന്മാരാലും ബലാത്കരമായി കീഴ്പ്പെടുത്തപ്പെട്ടു. ശ്ലോകം 7. വിശീർണാം സ്വപുരീം വീക്ഷ്യ പ്രതികൂലാനാദ്രിതാൻ പുത്രാൻ പൗത്രാൻ അനുഗമ്യാതാൽ ജായാം ജാഗത സൗഹൃദാം. വിവർത്തനം. പുരഞ്ജന രാജാവ് അപ്പോൾ തന്റെ പട്ടണത്തിലെ എല്ലാം ചിതറിക്കപ്പെട്ടതായും പുത്രന്മാരും പൗത്രന്മാരും ഭൃത്യരും മന്ത്രിമാരും ക്രമേണ തന്നെ എതിർക്കുന്നതായും കണ്ടു. തന്റെ പത്നിയുടെ പെരുമാറ്റവും വളരെ തണുത്തതും ഉദാസീനവുമാണെന്നും അവൻ കണ്ടറിഞ്ഞു. ശ്ലോകം 8.
ആത്മാനം കന്യയാഗ്രസ്തം പഞ്ചാലാം അരിദൂഷിതാൻ ദുരന്ത ചിന്താപന്നോ നലേപേ തത് പ്രതിക്രിയാം. വിവർത്തനം. കുടുംബാംഗങ്ങളും ബന്ധുക്കളും അനുയായികളും ഭൃത്യന്മാരും കാര്യനിർവാഹകരും മറ്റുള്ള എല്ലാവരും തനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് കണ്ട പുരഞ്ജന രാജാവ് അത്യന്തം ഉത്കണ്ഠാകുലനായി. പക്ഷേ കാലകന്യകയാൽ പൂർണ്ണമായും സംഭ്രമിക്കപ്പെട്ടിരുന്ന അവൻ അവരോട് പ്രതികരിക്കാൻ സാധിക്കുന്ന സാഹചര്യത്തിലായിരുന്നില്ല. ശ്ലോകം 9. ആമാനഭിലക്ഷൻ ദീനോ യാതയാമാംശ്ച കന്യയാ വിഗതാത്മഗതി സ്നേഹ പുത്രധാരാംശ്ചലാളയൻ. വിവർത്തനം. കാലകന്യകയുടെ സ്വാധീനത്താൽ ആസ്വാദന വിഷയങ്ങൾക്ക് വിളർച്ചയും മങ്ങലുമുണ്ടാകും. പുരഞ്ജന രാജാവ് അവന്റെ തുടർച്ചയായുള്ള ആർത്തി പിടിച്ച ആഗ്രഹങ്ങളാൽ എല്ലാ കാര്യങ്ങളിലും ദരിദ്രനായി തീർന്നു. അങ്ങനെ അവന് ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഭാര്യയോടും സന്താനങ്ങളോടും അതിരിക്ത വാത്സല്യമുണ്ടായിരുന്ന അവൻ അപ്പോഴും അവരെ പരിപാലിക്കുന്നതിനെ കുറിച്ചുള്ള ഉത്കണ്ഠകളിലായിരുന്നു. ശ്ലോകം 10. ഗന്ധർവയവനാക്രാന്താം കാലകന്യോപമർദ്ദിതാം പാദം പ്രചക്രമേ രാജ താം പുരി അനികാമദാ. വിവർത്തനം. പുരഞ്ജന രാജാവിന്റെ നഗരം ഗന്ധർവ യവന സൈനികരാൽ കീഴടക്കപ്പെടുകയും കാലകന്യകയാൽ തകർത്ത് തരിപ്പണമാക്കപ്പെടുകയും ചെയ്തതിനാൽ നഗരം ഉപേക്ഷിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടും അങ്ങനെ ചെയ്യാൻ അദ്ദേഹം നിർബന്ധിതനായി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സഞ്ജീവനി മാതാജി. ഹരേ കൃഷ്ണ. യവനരാജാവ് ഭയം കാലകന്യയോടും അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടുള്ള പ്രജ്വാരനോടും നിർദ്ദേശിച്ചതിന്റെ ഫലമായി കാലകന്യകയും പ്രജ്വാരനും അദ്ദേഹത്തിന്റെ സൈനികരും ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. അവർ ലോകത്തിലുള്ള എല്ലാ ഭൗതിക ശരീരങ്ങളെയും ആക്രമിച്ച് അവയെ ക്ഷയിപ്പിക്കാൻ തുടങ്ങി. ഒരു ദിവസം അവർ പുരഞ്ജന രാജാവിന്റെ കൊട്ടാരത്തെയും വളരെ ശക്തമായിട്ട് ആക്രമിച്ചു. ആ അക്രമത്തെ ചെറുത്തു നിൽക്കാൻ പ്രായമായിട്ടുള്ള ഒരു സർപ്പം മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. കാലകന്യകയുടെ ആക്രമണത്തിന്റെ ഫലമായി പുരഞ്ജന രാജാവിന്റെ കൊട്ടാരത്തിലുള്ള എല്ലാവിധ ഇന്ദ്രിയാസ്വാദനത്തിനുള്ള വസ്തുക്കളും തകർത്ത് തരിപ്പണമാക്കപ്പെട്ടു. മാത്രമല്ല യവന രാജാവിന്റെ സൈനികരുടെ ആക്രമണത്തിന്റെ ഫലമായി അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെ ഓരോ കവാടങ്ങളും താറുമാറാക്കപ്പെട്ടു. അതെല്ലാം കുഴപ്പത്തിലായി അന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാലകന്യക എന്ന് പറയുന്നത് ജര, പ്രായമാകുന്ന സമയത്തുണ്ടാകുന്ന ജരയാണ്. യവന രാജാവിന്റെ വ്യത്യസ്ത സേനാനികൾ എന്ന് പറയുന്നത് പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന അസുഖങ്ങളാണ്. അപ്പോൾ അങ്ങനെ പുരഞ്ജന രാജാവും കാലകന്യകയുടെ ആക്രമണത്തിന്റെ ഫലമായി അദ്ദേഹത്തിന്റെ ശരീരവും ദുർബലമായി, അദ്ദേഹത്തിനും ധാരാളം അസുഖങ്ങൾ പിടിപെട്ടു. അദ്ദേഹത്തിന്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും നഷ്ടപ്പെട്ടു എന്നാണ് ഇവിടെ പറയുന്നത്. കാലകന്യകയുടെ ആക്രമണം കൊണ്ട് കന്യോപകൂടോ നഷ്ടശ്രീ, കാലകന്യക ആ കൊട്ടാരത്തിൽ പ്രവേശിച്ചതോടുകൂടി അവൾ ദുർഭഗയായതുകൊണ്ട്, എല്ലാ ദൗർഭാഗ്യങ്ങളും കൊണ്ടുവരുന്നത് കൊണ്ട് പുരഞ്ജന രാജാവിന്റെ എല്ലാവിധ ശ്രീയും സൗന്ദര്യവും നഷ്ടപ്പെട്ടു. നഷ്ടശ്രീ കന്യോപകൂട നഷ്ടശ്രീ കൃപണോ വിഷയാത്മക നഷ്ടപ്രജ്ഞോ ഹൃദൈശ്വര്യോ ഗന്ധർവായവനേർബലാദ്. അദ്ദേഹം ചെറുപ്പം മുതലേ ഈ കാലകന്യകയെ ചെറുത്തു നിൽക്കാനുള്ള ഒരു അഭ്യാസവും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഭഗവാന്റെ ഭക്തി സേവനമോ യോഗാഭ്യാസമോ ഒന്നും നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനുവേണ്ടി അദ്ദേഹം തയ്യാറെടുത്ത് ഇരുന്നില്ല. കൃപണോ വിഷയാത്മക, അദ്ദേഹം പൂർണ്ണമായിട്ടും ഇന്ദ്രിയ വിഷയങ്ങളിൽ മുഴുകി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ കാലകന്യകയ്ക്ക് പുരഞ്ജന രാജാവിനെ കീഴ്പ്പെടുത്താൻ സാധിച്ചു. പുരഞ്ജന രാജാവിന്റെ കൊട്ടാരത്തെ പിടിച്ചെടുക്കാൻ വളരെ എളുപ്പമായിരുന്നു ഇപ്പോൾ. കാരണം അതിനെതിരെ അദ്ദേഹം ഒന്നും
തയ്യാറെടുത്തിരുന്നില്ല. കാലകന്യകയുടെ ആക്രമണത്തിനെതിരെ അദ്ദേഹം ഒട്ടും തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ കാലകന്യകയ്ക്ക് അദ്ദേഹത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനും അതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന്റെ സൗന്ദര്യത്തിനെ ഇല്ലാതാക്കാനും സാധിച്ചു. നഷ്ടശ്രീ, നഷ്ടപ്രജ്ഞോഹൃദൈശ്വര്യവും അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തിയും പിന്നീട് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്ത അവസ്ഥയിലെത്തി. ഹൃദൈശ്വര്യവും അദ്ദേഹത്തിന്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും നഷ്ടപ്പെട്ടു. ആ സമയത്തും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ കുറിച്ചും അദ്ദേഹത്തിന്റെ പത്നിയെ കുറിച്ചുമായിരുന്നു ചിന്തിച്ചിരുന്നത് എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു അവസ്ഥയിലും ശരീരം പൂർണ്ണമായിട്ടും ബലഹീനമായി രോഗഗ്രസ്തമായി ഇരിക്കുന്ന അവസ്ഥയിലും ശരീരം കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലും പുരഞ്ജന രാജാവ് തന്റെ ഭാവിയെക്കുറിച്ച് തനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, താൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊന്നും ചിന്തിക്കാതെ തന്റെ പത്നിയെക്കുറിച്ചും തന്റെ കുടുംബാംഗങ്ങളെ കുറിച്ചുമായിരുന്നു ചിന്തിച്ചിരുന്നത്. അവരെ ആരാണ് രക്ഷിക്കുന്നത്? ഞാൻ ഇവിടുന്ന് ഇല്ലാതായി പോയി കഴിഞ്ഞാൽ അവരെ ആരാണ് സംരക്ഷിക്കുക എന്നാണ് പുരഞ്ജനൻ ചിന്തിച്ചിരുന്നത്. എന്നാൽ അവർ പുരഞ്ജനനെ കുറിച്ച് എന്താണ് ചിന്തിച്ചിരുന്നത് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. 7ാമത്തെ ശ്ലോകത്തിൽ വിശീർണ സുപുരീം വീക്ഷ പ്രതികൂലാനനാദൃതാൻ പുത്രാൻ പൗത്രാനുഗാമാത്യാം ച ഗതസൗഹൃദം. പുരഞ്ജന രാജാവിന്റെ ഐശ്വര്യവും സൗന്ദര്യവും എല്ലാവിധ ശക്തിയും നഷ്ടപ്പെട്ടത് കണ്ട സമയത്ത് ഇദ്ദേഹത്തിനെ കൊണ്ട് പ്രത്യേകിച്ച് ഇനി ഉപകാരമൊന്നുമില്ല. ഇദ്ദേഹത്തിന്റെ ബുദ്ധിയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന് രാജ്യം ഭരിക്കാനോ തങ്ങളെ സേവിക്കാനോ സാധിക്കുകയില്ല. അദ്ദേഹത്തിന്റെ ഐശ്വര്യമെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ട സമയത്ത് അദ്ദേഹത്തിന്റെ പുത്രന്മാരും പൗത്രന്മാരും ബന്ധുക്കളും അദ്ദേഹത്തിന്റെ ഭാര്യ പോലും അദ്ദേഹത്തിനോടുള്ള സൗഹൃദം ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിനോടുള്ള പെരുമാറ്റത്തിൽ മാറ്റമുണ്ടായി. പണ്ടൊക്കെ അവർ എന്താണോ പുരഞ്ജന രാജാവ് പറഞ്ഞിരുന്നത് അതനുസരിച്ചായിരുന്നു അവിടുത്തെ കൊട്ടാരത്തിലെ ഭൃത്യന്മാരും മറ്റു അനുയായികളും എല്ലാം പ്രവർത്തിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ ഭൃത്യന്മാർ പോലും അദ്ദേഹം പറയുന്നത് അനുസരിക്കാതെയായി. അദ്ദേഹത്തിനോടുള്ള ബഹുമാനം നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിനോട് ഉള്ള സൗഹൃദവും നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിനോടുള്ള ഭാവം മുഴുവൻ മാറി എന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിനെ എതിർത്ത് സംസാരിക്കാൻ തുടങ്ങി എന്ന് പറയുന്നു. ഇദ്ദേഹത്തിനോട് പുരഞ്ജന രാജാവിനോട് അദ്ദേഹത്തിന്റെ ബന്ധുക്കളെല്ലാം വിപരീതമായിട്ട് പ്രതികൂലമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. ശത്രുതാപരമായിട്ട് അവരോട് പെരുമാറാൻ തുടങ്ങി. നേരത്തെ ഉണ്ടായിരുന്ന ബഹുമാനമൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല. ആരും പറഞ്ഞത് അനുസരിക്കുന്നില്ല. അവരെല്ലാം ഇദ്ദേഹത്തിനെ എതിർത്തുകൊണ്ട് അദ്ദേഹത്തിനെ വെറുപ്പോടുകൂടി അദ്ദേഹത്തിനോട് സംസാരിക്കാൻ തുടങ്ങി. കുത്തുവാക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഇതെല്ലാം പുരഞ്ജന് വലിയ ഉത്കണ്ഠയുണ്ടാക്കി എന്നാണ് പറയുന്നത്. ആത്മാനം ഗണ്യാഗ്രസ്തം പഞ്ചാലാൻ അരീദൂഷിതാൻ ദുരന്ത ചിന്താം ആപന്നോ നല്ലേ തത് പ്രതിക്രിയാം. ഇങ്ങനെ കൊട്ടാരത്തിനകത്തുള്ളവരും തന്നോട് ശത്രുതാപരമായി വെറുപ്പോടുകൂടി പെരുമാറുന്നത് കണ്ട സമയത്ത് പുരഞ്ജന് വലിയ ഉത്കണ്ഠയുണ്ടായി, വലിയ സംഭ്രമമുണ്ടായി എന്നാണ് പറയുന്നത്. ഞാൻ ഇവർക്ക് വേണ്ടിയാണ് ഇത്രയും കാലം രാജ്യം ഭരിച്ചിരുന്നത്. അവരോട് ഞാൻ എത്ര സ്നേഹപൂർവമായിരുന്നു പെരുമാറിയിരുന്നത്. അവരെന്നോടും വളരെ സ്നേഹപൂർണമായിട്ടാണ് പെരുമാറിയിരുന്നത്. എല്ലാവരും ഞാൻ പറഞ്ഞതെല്ലാം അനുസരിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതെല്ലാം മാറി. എന്റെ ഐശ്വര്യവും എന്റെ സമ്പത്തും എന്റെ സൗന്ദര്യവും എന്റെ ആരോഗ്യവും എല്ലാം നഷ്ടപ്പെട്ട സമയത്ത് എന്നോടുള്ള ഭാവവും അവരുടെ ഭാവവും പെരുമാറ്റവും എല്ലാം പൂർണ്ണമായിട്ടും മാറിയിരിക്കുന്നു. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് ഒരിക്കലും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് വലിയ സംഭ്രമമുണ്ടായി. കാരണം ഞാൻ ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ചത് ഇവർക്ക് വേണ്ടിയാണ്. എന്നിട്ടും അവരെന്നോട് ഇങ്ങനെ വെറുപ്പോടുകൂടിയാണ് പെരുമാറുന്നത്. ഒരു ഉപയോഗമില്ലാത്തവൻ എന്നുള്ള രീതിയിലാണ് എന്നോടിപ്പോൾ പെരുമാറുന്നത്. പക്ഷെ എനിക്ക് അതിനെതിർത്തൊന്നും ഇപ്പോൾ പ്രതികരിക്കാൻ സാധിക്കുന്നില്ല. എന്റെ ഇന്ദ്രിയങ്ങൾ ഞാൻ പറയുന്നത് പോലെ പ്രവർത്തിക്കുന്നില്ല. എനിക്ക് അവരോട് പ്രതികരിക്കാൻ പോലും സാധിക്കുന്നില്ല. അതാണ് പുരഞ്ജനന്റെ അവസ്ഥ. ബന്ധുക്കളെല്ലാം തന്നോട് എതിർത്ത് സംസാരിച്ചിട്ട് പോലും പുരഞ്ജന ഇതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പുരഞ്ജന് തന്റെ ബന്ധുക്കളുടെ പെരുമാറ്റത്തിലുണ്ടായ ഭാവമാറ്റം എല്ലാം വളരെ കൃത്യമായിട്ട് മനസ്സിലായി. പക്ഷെ അതിനെ എതിർത്ത് സംസാരിക്കാനോ
അതിനെതിരെ പ്രതികരിക്കാനോ കഴിയുന്ന അവസ്ഥയിലായിരുന്നില്ല അദ്ദേഹം. കാരണം അദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങളെല്ലാം പൂർണ്ണമായിട്ടും അവശ നിലയിലായിരുന്നു. അദ്ദേഹം പൂർണ്ണമായിട്ടും തളർന്ന് ഒന്നും പ്രതികരിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു കിടന്നിരുന്നത് എന്ന് പറയും. ആ സമയത്ത് അദ്ദേഹം ചിന്തിച്ചു, എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് ഞാൻ ഒരിക്കലും മനസ്സിലാക്കിയില്ല. പുരഞ്ജനന്റെ ജീവിത ലക്ഷ്യം, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ അദ്ദേഹത്തിന് ഒരിക്കലും സമയമുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അവസാന സമയം അദ്ദേഹം ചിന്തിച്ചിരുന്നത് തന്നെ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന പത്നിയെ കുറിച്ച് മാത്രമായിരുന്നു. തന്നെ എല്ലാവിധ അവസരങ്ങളിലും തന്നെ സംരക്ഷിച്ച, തനിക്ക് ബുദ്ധി ഉപദേശിച്ച, തന്നോട് സ്നേഹത്തോടു കൂടി പെരുമാറിയ തന്റെ പത്നിയെക്കുറിച്ചും തന്റെ സന്താനങ്ങളെക്കുറിച്ചുമായിരുന്നു അദ്ദേഹം അവസാന സമയത്ത് ചിന്തിച്ചിരുന്നത്. അപ്പോൾ ആ മനുഷ്യ ശരീരത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കുന്നതിൽ പുരഞ്ജനൻ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു എന്നാണ് പറയുന്നത്. ആ സമയത്ത് പുരഞ്ജനനെ നിർബന്ധപൂർവം കാലകന്യകയും അവരുടെ സൈനികനും പ്രജാരനും ചേർന്ന് നിർബന്ധപൂർവം ആ കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. ശരീരം ഇത്രയും ബലഹീനമായിട്ടും പുരഞ്ജന് ആ ശരീരത്തിൽ നിന്ന് പുറത്തു പോകാൻ താല്പര്യമുണ്ടായിരുന്നില്ല. കൊട്ടാരം പൂർണ്ണമായിട്ടും താറുമാറാക്കപ്പെട്ടിട്ടും ഉപയോഗശൂന്യമായിട്ടും കൊട്ടാരത്തിലുള്ള ബന്ധുക്കളെല്ലാം തന്നെ എതിർത്തിട്ടും ആ കൊട്ടാരത്തിൽ തന്നെ സുഖമായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് അപ്പോഴും പുരഞ്ജനൻ ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ തനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിട്ട് പോലും അനികാമത എന്നാണ് 10ാമത്തെ ശ്ലോകത്തിൽ. പുരിയും അനികാമത, പുറത്തു പോകാൻ ഒരിക്കലും താല്പര്യമില്ല. കൊട്ടാരത്തിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി, എല്ലാം തകർക്കപ്പെട്ടു, ബന്ധുക്കളെല്ലാം എതിർക്കാൻ തുടങ്ങി. എന്നിട്ടും ആ കൊട്ടാരം ഉപേക്ഷിക്കാൻ അദ്ദേഹത്തിന് ഒരിക്കലും താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ കാലകന്യകയും പ്രജാരനും അദ്ദേഹത്തിന്റെ സൈനികരും എല്ലാം ചേർന്ന് നിർബന്ധപൂർവം പുരഞ്ജന രാജാവിനെ എടുത്ത് കൊട്ടാരത്തിന് വെളിയിൽ കളയാൻ തയ്യാറെടുത്തു എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് പുരഞ്ജനനെ കാലകന്യകയും കൂട്ടരും കൊട്ടാരത്തിന് പുറത്താക്കിയത് എന്ന് അടുത്ത ശ്ലോകങ്ങളിൽ വിശദമാക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും വിഷു ആശംസകൾ. നമുക്ക് നാമജപം തുടരാം. നാമജപത്തിന് ശേഷം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ. ആരെങ്കിലും ജപിക്കുന്നത്? ആരെങ്കിലും ജപിക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭുജി, ഹരേ കൃഷ്ണ. ജയ ശ്രീകൃഷ്ണ.